മോളെ കൂട്ടുകാരെ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് വിളിച്ചു നോക്കിക്കേ. നാടുകാണി വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അച്ഛാ, ആ ഭാഗത്താ പറഞ്ഞത്. ഓ, അവിടാണോ നിൽക്കുന്നത്? ആ കൊക്കയുടെ ഭാഗത്തൊക്കെ? ശരി, അവിടെ ഭയങ്കര കൊക്കയാ താഴോട്ട്. അയ്യോ, മോളെ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ, അതോ വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഇല്ല, അവള് മാത്രമല്ല അച്ഛാ, അവിടെ ബ്രദറും ഉണ്ട്. ആ, സൂക്ഷിച്ച് കണ്ടൊക്കെ നിൽക്കാൻ പറയണം. ചുമ്മാ പിള്ളേരൊക്കെ അവരൊക്കെ ആ കൊക്കയിലോട്ടൊക്കെ പോയി വീടാതെ ശ്രദ്ധിച്ച് വയ്ക്കാൻ പറ. ആ ആ ആയി കേട്ടോ. ദൂതോ രണ്ടുപേര് നിൽക്കുന്നത് അവരാണോ മോളെ? അവരിന്നലെയാണോ മോളെ ഗൾഫിൽ നിന്ന് വന്നത്? പിന്നെ അവര് ഇപ്പൊ എത്ര വർഷമായി? 2 വർഷം കഴിഞ്ഞില്ല ഇപ്പൊ തിരിച്ചു വരുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോ അവര് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുവാ. ഇനിയിപ്പോ ഇവിടാന്ന് പറഞ്ഞു സെറ്റിൽ ആകുമെന്ന് പറഞ്ഞു. ആ, വണ്ടി ഞാൻ അങ്ങോട്ട് ഒതുക്കി നിർത്തട്ടെ മോളെ. അയ്യോ, എന്തോ ഇത് ബ്രേക്ക് കിട്ടുന്നില്ല വണ്ടിക്ക്. അയ്യോ, താഴോട്ട് ഇറക്കുവാണ്ട് ബ്രേക്ക് കിട്ടുന്നില്ല മോളെ. അയ്യോ, ഇതെന്താവും എന്തോ. അയ്യോ, ഞാൻ ഉറക്കത്തിനാണെങ്കിലേ നമ്മുടെ കട്ടിലേ താഴെ വീണിട്ട് സ്വപ്നം കണ്ടിട്ട്. ആ, ഞാനൊക്കെ ഒരു സ്വപ്നം കണ്ടു നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് വീഴുന്നത്. ഞാൻ കട്ടിലേന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടു വീണതാ. സ്വപ്നം അല്ലായിരുന്നോ? റിയാലിറ്റി ആയിരുന്നോ? എന്താ പറയാനാ മോളെ, ഞാൻ സ്വപ്നം കണ്ടു നിന്റെ അമ്മ എന്റെ ചെവിക്കുറ്റി നോക്കി അടിച്ച് താഴെ ഇട്ടെന്ന്. ഞാനപ്പോ സ്വപ്നം കണ്ടോന്ന്? എനിക്ക് അങ്ങനെ തോന്നി നിന്റെ അമ്മ എന്നെ അടിച്ചിട്ടതായിട്ട്. ഞാനപ്പോ വെള്ളത്തിൽ വീണോ വീണതായിരുന്നോ? അയ്യോ, ശരിക്കും വീണതാണോ? അയ്യോ, നമ്മുടെ വണ്ടി എവിടെ? ഹായ് മീനാക്ഷി, ഗ്ലാഡ് ടു മീറ്റ് യു. അല്ല, ഇതാണോ ബ്രദർ? ബ്രദറിന്റെ പേരെന്താ? മീനാക്ഷി അമ്മയും കൂടെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയ്ക്ക് വലിയ സംഭവം ഒന്നും ഞാൻ അറിഞ്ഞില്ല. രക്ഷപ്പെട്ടെന്ന് പറയാൻ വരട്ടെ, നമ്മൾ ഈ മലയടിവാരത്തിലാണ് വന്ന് കിടക്കുന്നത്. നോക്കൂ എത്ര ഉയരത്തിൽ നിന്ന് നമ്മൾ താഴെ വന്നതെന്ന്. ഇനി അവിടെ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഇനി കുറെ പാടുപെടേണ്ടി വരും. അയ്യോ, അത് ശരിയാ. വാ, നമുക്ക് അങ്ങോട്ട് വഴി നോക്കി പോകാം. മുകളിലോട്ടുള്ള ഏത് വഴിയാ പോകേണ്ടത് നോക്കാം. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak sahurന്റെ സൗണ്ട് അല്ലേ മോളെ കേട്ടത്? ഇവിടെ കാടും മലയടിവാരം ഒക്കെ ഇല്ലയോ? ഇവിടൊക്കെ താമസിക്കുന്നതായിരിക്കും ആ സഹൂറൊക്കെ. ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സേഫ് അല്ല. നമുക്ക് ആ മരത്തിന്റെ ബാക്കി ഒളിക്കാമോ? sahur. Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur 3 kali dan tidak. എടി, ഞാനും ആദ്യമായിട്ട് കാണുമല്ലോടി. ഇവരെന്താണ്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് നേരത്തെ. പോയി മക്കളെ, പോയി പോയി സഹൂർ പോയി. Cappuccino assassino. Assassini cappuccini. Questo killer tra i nemici. വേണ്ട സഹൂർ വന്നു. സഹൂറിന്റെ ഗേൾഫ്രണ്ടാ ക്യാപ്പച്ചീനോ. അവര് തന്നെ ഡാൻസ് പാട്ടൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. മക്കളെ, നമുക്ക് ഈ സമയം കൂടെ വേഗം ഇവിടെ രക്ഷപ്പെടാം. അടുത്ത ആളിനി എപ്പോഴാ പ്രത്യക്ഷപ്പെടുന്നത് അറിയത്തില്ല. ഇവിടെ വല്ല പരിപാടി നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഷോ അടിച്ചിട്ട് പോകാന്. ആരാ മോളെ അടുത്തത്? ഓ, ഞാനിങ്ങോട്ട് മാറിക്കിട്ടെ. എനിക്ക് വയ്യ സ്ക്വിഡ് ഗെയിം കളിക്കാന്. ഓ,
അങ്ങോട്ട് നോക്കി സഹൂർ വരുന്നത്. സഹൂർ മറ്റേ ക്യാപ്പച്ചീനയുടെ ഫ്രണ്ടല്ലേ? അവനേട്ടാ ഇത് ഇവളെ കണ്ടോട്ട് വരുന്നു ഇങ്ങോട്ട് സഹൂർ. സഹൂർ മംഗലി സക്സാനിമാരി അവരുണ്ടായിരുന്നു വീണ്ടും പോയി. നമ്മളിവിടെ എന്താ നിൽക്കത്തേ ഉള്ളൂ. ഇനി ഓരോരുത്തരോരുത്തർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി അടുത്തൊരു ഗ്രാനി മറ്റേ മറിച്ച് തന്നെ ആരൊക്കെയാണ് ഗ്രാൻഡ്മ ഗ്രാൻഡല്ല ഗ്രാൻഡ് പ്രേതം. പേരെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള സമയം കൊണ്ട്. ശരിയാ, വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് എന്തായാലും നടക്കാം മുന്നോട്ട്. നിങ്ങൾ നടക്ക്. Tung 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 sahur. Anomali mengerikan yang hanya keluar pada എന്നെ പറ്റിച്ചാൻ കടന്നു കളയാൻ വിചാരിച്ചില്ലേ? ഞാൻ ആരാ മോൻ? നിങ്ങളെ മണം എനിക്ക് കിട്ടി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ കയ്യിൽ ഇരിക്കുന്ന വടി കണ്ടോ? ഇതിട്ട് നിങ്ങൾക്കൊക്കെ ഞാൻ കൊട്ടുതരും. എല്ലാത്തിനെയും എന്നിട്ട് ഞാൻ വകവരുത്തും. അന്ന് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയി. ഓർമ്മയുണ്ടോ? ആ റിസോർട്ടിൽ നിന്ന് നിങ്ങളെല്ലാം രക്ഷപ്പെട്ടില്ലേ? ആ വേലി പൊട്ടിച്ച് നിങ്ങൾ എന്നെ കറണ്ട് അടുപ്പിച്ചിട്ട് നിങ്ങൾ കടന്നു കളഞ്ഞ്. ആ പക എന്റെ മനസ്സിരിപ്പുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം എല്ലാത്തിനും. ഓടിക്കോ, ഇങ്ങോട്ട് ഓടിക്കോ. എത്ര ഓടിയാലും ഞാൻ നിങ്ങളെ പിന്തുടർന്ന് ഞാൻ പിടിക്കും നിങ്ങളെല്ലാരെയും. അയ്യോ അയ്യോ, ഓ അണയ്ക്കുന്ന ഓടി ഓടി. ഇങ്ങനെ ഒരു വീട് കിട്ടിയതിന്റെ ഭാഗ്യം നമുക്ക്. ആ ക്യാപ്പിച്ചിനല്ലോ അങ്ങനെ പേര് സഹൂർ. ഓ ആ സഹൂർ നമ്മളെ കണ്ട വെച്ചേക്കത്തില്ല. അയാൾ കണ്ടില്ല തോന്നുന്നു നമ്മളിങ്ങോട്ട് ഓടി കയറിയത്. ആദ്യമായിട്ട് കാണുമോ ഞാൻ ഈ സാധനത്തിനെയൊക്കെ? സ്ക്വിഡ് ഗെയിമിലെ ഡോള് മറ്റേ ക്യാപ്പച്ചിനെ പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കൊച്ചിനെ കാണാൻ. പക്ഷെ ഇവർ രണ്ടുപേരും എനിക്ക് പേടിയാവും. ആ ഡോളിനെയും ഈ സഹൂറിനെയും. ആ ശരി ശരി, വാ മോളെ, വാ വാ. ആരും അനം കണ്ട മിണ്ടാ നിക്ക അവിടെ. വാവ് വാവ് വാവ്, സൂപ്പർ ഡാൻസ് സൂപ്പർ ഡാൻസ്. അരെ വാ. ഡോൾ കൊച്ചിന്റെ ഡാൻസ് പോയി നോക്കിയിരിക്കുന്നത്. എന്റെ ഡാൻസ് ആക്കി ഇതുവരെ കണ്ടിട്ട് പോലില്ല. എന്നിട്ട് പൊക്കി പറഞ്ഞു കേട്ടില്ലേ കൊച്ചിനെ? അരേ വാന്ന്. ദേഷ്യം വരുന്ന എങ്ങോട്ടാ സഹറിയേട്ടാ? എന്റെ കുറെ ശത്രുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവരെ പിന്തുടർന്ന് പോവാ. ഞാൻ പിന്നെ കാണാം. ശരിയെന്നാ. ശത്രുക്കളോ? നമ്മൾ എത്ര നേരം ഇങ്ങനെ കഥകളി മറന്നിരിക്കുന്നു. കുറച്ചേരം പോയി ഇരിക്കട്ടെ അച്ഛാ. ആ മോളൊന്ന് പോയി 2 മിനിറ്റ് ഇരുന്നിട്ട് വാ. ഒന്ന് നടന്നു നിവർത്തട്ടെയായിരുന്നു. മിണ്ടരുത് മിണ്ടരുത്. tung 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 sahur. Anomali mengerikan yang hanya keluar pada sahur konon katanya. നീയൊക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. നിന്റെയൊക്കെ മണം കിട്ടി ഞാൻ വന്നിട്ടുണ്ട്. കഥ തുറക്ക്. ഞാൻ ഇപ്പൊ ചവിട്ടി പൊളിക്കും അല്ലെങ്കിൽ. ധും 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 സഹൂർ. നീയൊക്കെ എന്താ വിചാരിച്ച എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ പോയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. വരൂ വരൂ, ഓരോരുത്തരെ ആയിട്ട് ഞാൻ വകവരുത്തി തരാം. ഞങ്ങൾ കാല് പിടിക്കാൻ ദയവ് ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യില്ലേ. സിമ്പതി അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എന്നെ പോലുള്ളവർക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല സിമ്പതി. ക്യാപ്പച്ചീനോ നീ എപ്പോ വന്നടി? നമുക്ക് 2 പേർ കൂടി ഇവരെ വകവരുത്താടി. കള്ള, ഞാൻ ഇവരെ വകവരുത്താൻ വന്നതല്ല, നിന്നെ ഞാൻ വകവരുത്താൻ വന്നതാ. അവർ 2 അടിയായോ? എന്താ പ്രശ്നം? നിങ്ങൾ എന്നെ ഞാൻ ഡോളിന്റെ കൂടെ നടക്കൂല. നേരം ഞാൻ കണ്ടായിരുന്നു അവളെ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്ക് അവളെ പുകഴ്ത്തി പറഞ്ഞതൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ എന്തിനാ അവളുടെ കൂടെ അവളെ പുകി പറയേണ്ട ആവശ്യം എന്തുവാ? അവൾ ഡാൻസ് ചെയ്തപ്പോഴേ ആര് ഡാൻസ് ചെയ്ത്? ഏത് ഡോള്? നിങ്ങൾ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. ആ സ്ക്വിഡ് ഗെയിമിലെ ഡോളില്ലേ, അവിടെ പൊക്കി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. അവളെ പൊക്കി പറഞ്ഞത്? അത് പിന്നെ അവൾ ഡാൻസ് ചെയ്തോണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വെറുതെ കിടന്ന് പപ്പ പേടിക്കണം. ഞാൻ ഇപ്പൊ നിങ്ങളെ വകവരുത്തും. അയ്യോ എന്നെ ഒന്ന് ചെയ്യല്ലേ മക്കളെ. ആ സഹോദരൻ പൊട്ടിത്തെറിച്ച് ഓടിക്കോ. ഇവിടെ അങ്ങോട്ട് രക്ഷപ്പെട്ടോ. നീയൊക്കെ രക്ഷപ്പെട്ടോ, എനിക്കതൊന്നും അറിയണ്ട. പക്ഷെ അങ്ങനെ ഞാൻ വകവരുത്തില്ലോ. ഞാനതിന് ഹാപ്പിയാ. അങ്ങനെ നമ്മൾ 2ാമത്തെ തവണ അല്ലേ സഹോദരൻ ഇത് രക്ഷപ്പെടുന്നത്? വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ കേടുപാടൊന്നും. അതാ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നേ.